അങ്ങനെ ഞാൻ പലപ്പോഴും പറഞ്ഞു അടക്കിയിട്ടുണ്ട്. എന്താ സ്വഭാവം ഇങ്ങനെ? പെൺകുട്ടിയല്ലേ അവൾ എന്താ അവസ്ഥ ചിന്തിക്കാത്ത എന്താ? അതും പോട്ട് ഇത്രയും ദിവസം ഒരുമിച്ച് തിന്നതല്ലേ? അല്ലെങ്കിൽ ഞാൻ അവളെ ചതിച്ചതായിട്ട് തോന്നിയിരുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും രീതിയിൽ ചതിച്ചായിട്ട് തോന്നിയിരുന്നെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറയായിരുന്നു. ഇത് ഞാൻ അവൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തിനാണ് ഈ ഒരു ദേഷ്യം കാണിക്കുന്നത്? അതാണ് പറഞ്ഞത്. ആ കബോർഡിനകത്തേക്ക് നമ്പർ ഉണ്ട്. ഞാൻ ഐലൈനറോ ലിപ്ലൈനറോ ഉണ്ടാണ് ഇപ്പോഴും എഴുതി കൊടുത്തില്ല, മുമ്പേ എഴുതി കൊടുത്തത് ഉണ്ട്. ഞാൻ എടുത്തുതരാം, ഞാൻ എടുത്തുതരാം. ഉണ്ട്, ഞാൻ വലുതായിട്ട് എഴുതി കൊടുത്തു. എന്റെ നമ്പർ ചേച്ചിയാണ് നമ്പർ. എന്റെ ചേച്ചിയാണ് ഫോൺ വിളിക്കുന്നതൊക്കെ. അവള് ചോദിച്ചു ചേച്ചി വിളിച്ചാൽ മതി. നമ്മള് കരിവാരി തേക്കുക, എന്നിട്ട് നമ്മള് മാറി കരഞ്ഞ് അവളുടെ മുഖം ബെറ്റർ ആക്കിയിട്ട് വിടുക. നമ്മള് സമൂഹത്തിൽ മോശക്കാരനാക്കുക. തുടക്കം മുതൽ ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയാണ്. ഇക്കാനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല. ഇക്കാനെ പറ്റി പറഞ്ഞ മൈക്കം മാറ്റിയിട്ട് മേക്കപ്പിലൂടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല. बाट में बढ़ते गए लोग खुशी में कि इतना पूरा पैकेट ഞാൻ എന്ത് കളത്തിനും ക്യാമറ എഴുതിയാലും കാണുന്നുണ്ട്. ഞാൻ എഴുതുന്ന കേൾക്കാം. ഇല്ല നോക്കും. ഞാൻ എന്റെ റൂമിൽ ബെഡിരുന്നാണ് എഴുതിയത്. ബെഡിരുന്നാണ് ഞാൻ എഴുതിയത്. ബെഡിരുന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ കള്ളം പറയണേ? കൊടുത്തെങ്കിൽ ഞാനിപ്പോ ഞാൻ അയാളുടെ നമ്പറാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. ഞാൻ പറയത്തില്ലേ കൊടുത്തു എന്ന്. അല്ല അദ്ദേഹത്തെ നമ്പർ ഞാൻ എങ്ങനെ കാണാൻ പറ്റിയിരിക്കുന്നത്? കുറെ നാൾക്ക് മുമ്പ് എഴുതി കൊടുത്തത്. ഒറ്റ പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുള്ളൂ ഞാൻ. ആരൊക്കെ പോകുന്നത്? ആ പിയർ നമ്പറാണ് ഞാൻ അവർക്ക് എഴുതി കൊടുത്തിട്ട് അപ്പറിനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തോ ഇതൊക്കെ. എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന്. കാരണം എനിക്ക് ആദ്യം നന്നായിട്ട് അറിയാം. നൂറെ പോലെ അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ സ്വഭാവം. ഈ ഇടയ്ക്ക് നല്ല വഴക്കുണ്ടായി നമ്മൾ ഒരു കാര്യത്തില്. പറയാത്ത കാര്യം പറഞ്ഞു. എന്നിട്ട് അവൾക്ക് ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിട്ട് അവള് വേറൊരു കാര്യം എടുത്തിട്ടു സംസാരിച്ചു. ഞാൻ പറഞ്ഞു പറ സത്യം പറഞ്ഞു. ഇന്നിപ്പം നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് കട്ടാവും. ഇല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്താ ഞാൻ ഓപ്പറേറ്റ് പറയാം. അക്ബർ വന്നിരുന്നപ്പോ നമ്മൾ ഇവളെ കളിയാക്കിയപ്പോ അമ്മൂമ്മ എന്ന് പറഞ്ഞ എവിടെ നമ്മൾ അക്ബറും കളിയാക്കി. അപ്പൊ പല്ല് വെപ്പമല്ലാന്ന് പറഞ്ഞു കളിയാക്കി. അപ്പൊ ഇവക്ക് ട്രിഗറായി. അപ്പൊ ഇവളെന്ത് ചെയ്ത് ഞാൻ വെച്ചിങ്ങനെ എല്ലാം സിൽക്കോണാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോ ഇവിടെയുള്ളവർക്ക് മനസ്സിലാവുമല്ലാന്ന്. പുറത്തുള്ള കേൾക്കുമ്പോ എന്ന് വിചാരിക്കും അതാണെന്ന്. അപ്പൊ ഞാൻ സത്യം പറ, നൂറ് ഉണ്ടായിരുന്നു സത്യം. നൂറ് വഴക്കോലുന്നുണ്ടായിരുന്നു. സത്യം പറ, ആ പറഞ്ഞോളൂ നീ പറഞ്ഞില്ലേ അതാണെന്നല്ല. നീ പറഞ്ഞു. അവളെ ദേഷ്യത്തിൽ അവൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ അതൊക്കെ ക്യാമറ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സത്യം പറയണം അങ്ങനെ ഞാൻ പറഞ്ഞോ? നീ അത് ഒത്തിരി ആവർത്തിച്ച് പറഞ്ഞു. ഇല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ വിളിച്ച് കട്ടാവും. പറ ആദ്യം ഞാൻ ഉറക്കെ ഷൗട്ട് ചെയ്തു. ഇല്ല പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ എന്റെ ബെഡിൽ പോയിരുന്നു. പിന്നെ ഞാൻ മിണ്ടി. കാരണം അവളുടെ ക്യാരക്ടർ അതാണെന്ന് എനിക്ക് അറിയാം. കാരണം ഇവിടെ നമുക്കല്ലേ അറിയാം നമ്മുടെ കൂടെയുള്ള ആളുടെ സ്വഭാവം നെഗറ്റീവും പോസിറ്റീവും. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കളയും. ഞാൻ അവർക്ക് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കും ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന്. എന്നിട്ട് ഞാൻ ഇന്നലെ അവിടെ ലിവിംഗ് റൂമിൽ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, ഇന്നലൊക്കെ ഞാൻ നേരെ തന്നെ നമ്പർ നിന്റെ കയ്യിലില്ലേന്ന്. ആദ്യം ഞാൻ വേസ്റ്റ് ഇട്ടെന്ന്. അങ്ങനെ ഇടൂല അവള്, ഒരിക്കലും ഇടൂല. കാരണം അവളെ എല്ലാ എവിക്ഷനും വരുമ്പോ ഞാൻ ചോദിക്കും എന്റെ നമ്പർ ഇല്ലേന്ന്. ഉണ്ടെന്ന് പറയും. അവൾ നൂറുടെ ആദ്യം കബോർഡില് ഇല്ല. ഒരു റെഡും വൈറ്റ് ഒരു ക്രീം കളർ ഷോർട്സിനകത്ത് പോക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് നൂറടുത്തൊന്ന് ചോദിക്കൂ പ്ലീസ്. ഇത് അല്ലെങ്കിൽ ആരും വിശ്വസിക്കൂലേ. സംസാരിക്കാൻ പോകുന്നത് തെളിവില്ലാതെ ഞാൻ എങ്ങനെ ഈ അവസ്ഥ മനസ്സിലാക്കിയോണ്ടാണ് നിങ്ങൾക്ക് ദോഷം വരുന്നത്. നിങ്ങൾ നല്ലതിനെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ രണ്ടു കൂട്ടരെ വിളിച്ചിരുത്തി ഞാൻ സംസാരിച്ചു. പക്ഷെ അതിന് എനിക്ക് ഒരു കാര്യം തരാത്ത രീതിയിലല്ലേ പിറ്റേന്ന് രാവിലെ മോർണിംഗ് സംഭവിച്ചത്. എന്നിട്ട് എനിക്ക് ഞാൻ ആ വിഷമത്തില്
ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഈശ്വരാ. എന്നെ മര്യാദയ്ക്ക് ഞാൻ ഇപ്പൊ സീന ഞാൻ വിചാരിച്ചു ഞാൻ പൊക്കോണ്ടിരുന്നു എന്റെ കൂടെ നോക്കി. എന്നിവിടെ വന്ന് എന്തൊക്കെ അനുഭവിക്കുന്നതാണ്. എന്റെ ലൈഫിൽ ഇത്രയും കരഞ്ഞിട്ടില്ല അറിയാമോ. ഇങ്ങനെ കിടന്ന് മനസ്സൊരുക്കി കിടന്ന് കരഞ്ഞിട്ടില്ല എനിക്ക്. കുറെ നേരം വന്നിട്ട് പിയാറ് പുറത്ത് ചെയ്യണതിനെ പറ്റി ഞാൻ എങ്ങനെ അറിയണേ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യണത്. അബദ്ധത്തിൽ ഞാൻ കൊടുത്തു പോയി. എല്ലാരും കൊടുത്തപ്പോ ഞാനും കൊടുത്തു പോയി. ഞാൻ കൊടുക്കൂലായിരുന്നു. എല്ലാരും പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തത്. എങ്ങനെ സഹിക്കുന്നത് അവരോട് വിശ്വസിക്കൂല. എടാ അതല്ലടാ എടാ ചെയ്യാത്ത കുട്ടി നമ്മളെ തല വെച്ചാൽ എന്തുവാടാ ഞാൻ ആലോചിച്ച് നോക്ക്. അവളെന്തിനാ അങ്ങനെ കാണിക്കുന്നത്? അതില്ല ഞാൻ എന്റെ നമ്പറാണ് എഴുതി കൊടുത്തത്. ഇപ്പോഴും നമ്പർ പറയാൻ പാടില്ല. എന്റെ നമ്പർ എടാ എനിക്ക് ഞാൻ സത്യത്തിൽ നിങ്ങൾ എന്നെ വെച്ച് പറയണം. ഇപ്പോഴും എനിക്ക് എന്റെ അമ്മയുടെ എന്റെ അച്ഛന്റെ എന്റെ നമ്പർ മാത്രം എനിക്ക് കാണാതെ അറിയൂ. എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞത് ഇനി എന്ത് മാറ്റാൻ പറ്റും? അവൻ പറഞ്ഞ ഇതാക്കിയാൽ അത് അവന് വേണ്ടി റൈറ്റ് ആണ്. നിനക്ക് വേണ്ടി റൈറ്റ് വേണ്ടി നീ ഫൈറ്റ് ചെയ്യും. അതിന് വലിയ കറണ്ടിനോട് ഒരു കാര്യമില്ല ഇവിടെ. ഞാൻ കുറെ ആഴ്ചകൾക്ക് മുൻപ് നിങ്ങൾക്ക് പോകുന്നതിന് മുന്നേ, അതായത് ഈ പറഞ്ഞ ഒലിയിലാട്ടാനും എനിക്ക് തോന്നുന്നു വയൽക്കാട്സ് ഒക്കെ പോകും. അതായത് അവള് എലക്ഷൻ ഉണ്ടായ സമയത്ത് അവള് പോകുന്ന ഉറപ്പുണ്ടായ സമയത്ത് ഞാൻ അവൾക്ക് അവളെ നമ്പർ എനിക്ക് എഴുതുന്നു. എന്റെ നമ്പർ ഞാനും ഉണ്ടായിരുന്നു. എന്റെ നമ്പർ അവൾക്ക് എഴുതി കൊടുത്തിട്ട് അവൾ ഇത് എപ്പോഴും ചോദിക്കും എന്തെങ്കിലും ഉണ്ടാ എന്തെങ്കിലും മയക്കി കിട്ടി കാണും. ഉറപ്പാണ് എന്തെങ്കിലും ഉണ്ടോ പറയാൻ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല. പ്രാർത്ഥിക്കാൻ പറയണം വീട്ടിൽ വിളിച്ചിട്ട് തുടങ്ങി. അപ്പൊ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞു വേറെ പിയാൻ എന്തെങ്കിലും പറയാനുണ്ടോ? പിയാട്ടെന്തോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയണം. അത് ചേച്ചിയെടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു അത്രയും പറഞ്ഞു. അപ്പൊ അത്രയും പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ട് വേറെ ഒന്നും ഇല്ല. എന്താ